തിരൂരങ്ങാടി വാപ്പുസ്താദിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഞാൻ മദീനയിലേക്ക് പോവാണ്, ഉംറയും ഉദ്ദേശമുണ്ട്, സിയാറത്തും ഉംറയും ഉദ്ദേശിച്ചിട്ട് പോരാണ്, ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ തിരൂരങ്ങാടി വാപ്പുസ്താദ് പറഞ്ഞല്ലോ, ആ എനിക്കും ദ്വാരക്കണം. പിന്നെ മദീനയിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് എൻ്റെ ഒരു സലാം പറയണം. സലാം പറയണം കേട്ടോ. എന്നെ അറിയും പറഞ്ഞാൽ മതി. എന്നെ അറിയും. അറിയോ? നമ്മളെയൊക്കെ അറിയോ? അങ്ങനെ അറിഞ്ഞാൽ വമൻ ദഖലഹു കാന ആമിന, നമ്മളെ നമ്പർ, നമ്മുടെ പേര് അവിടുത്തെ ഹൃദയത്തിൽ സേവ് ആണെങ്കിൽ കാന ആമിന, പിന്നെ നിരക്കില്ല. കാരണം സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ച് തങ്ങൾ വരും. എന്തിന്? ആ പേര് സേവുള്ള എല്ലാവരും പാടെ സ്വർഗത്തിൽ കൺഫേം ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമത് സ്വർഗത്തിൽ പോകുള്ളൂ. വമൻ ദഖലഹു കാന ആമിന, അവിടുത്തെ ഹൃദയത്തിൽ ഒരിടം കിട്ടണം. അതിനാണ് വിസ്വാൽ എന്ന് പറയുന്നത്. ഒരാൾക്ക് വിസ്വാൽ ലഭിക്കണമെങ്കിൽ, നിബിതങ്ങളുമായിട്ടുള്ള സ്പെഷ്യൽ കോണ്ടാക്ട് ലഭിക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻ അവിടുത്തെ തഖല്ലുക്ക് ഉണ്ടാവണം. അവിടുത്തെ സ്വഭാവം പഠിച്ച് അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഒരാൾക്ക് തഖല്ലുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ ഹുബ്ബ് ഉണ്ടാവണം. ഒരാൾക്ക് ആത്മാർത്ഥമായ ഹുബ്ബ് ഉണ്ടാവണമെങ്കിൽ അയാൾ സ്വലാത്ത് കൂടുതൽ ചൊല്ലണം. ഒരാൾക്ക് സ്വലാത്ത് കൂടുതൽ ചൊല്ലാൻ തോന്നണമെങ്കിൽ ഉള്ളു പുറം ആയിട്ട് ഉള്ളു നല്ല ശുദ്ധി വേണം. പുറത്തറിഞ്ഞാൽ വഷളാവുന്ന തെറ്റ് രഹസ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ ശഫാഅത്ത് കിട്ടൽ ബുദ്ധിമുട്ടാണേ എന്ന് ഷഹറാനി ഇമാം ലവാഖി അൻവാറുൽ ഖുദ്സിയ ഫിൽ ഉഹൂദുൽ മുഹമ്മദിയ എന്ന കിതാബിൽ എഴുതി വെക്കുന്നു. ഈ പ്രമേയമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. എന്ത്? ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വിസ്വാൽ ഉണ്ടാവാൻ, സ്പെഷ്യൽ ബന്ധം ഉണ്ടാവാൻ തഖല്ലുക്ക് വേണം. തഖല്ലഖു ബി അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.